അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഈ ഭക്ഷണം കൊടുത്തു. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ട് ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് കൊടുത്തു പറഞ്ഞു, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അതിനും അടുത്ത ആയത്ത്, കുലൂ വശ്റബൂ, തിന്നിനെ സന്തോഷത്തോടു കൂടെ തിന്നി, നിങ്ങൾ നല്ല 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 കാര്യങ്ങൾ ഇതാ കഴിഞ്ഞ് ചെയ്തു പോയില്ല, നല്ല കാര്യം ചെയ്തില്ലേ, നിങ്ങൾ ചെയ്യും. അങ്ങനെ ആ സമയത്ത് മഹാനകൾ പറഞ്ഞു, ആ സമയത്താണ് മഹാനവർകൾ സംഗതി മനസ്സിലാക്കി. സംഗതി മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു സംഗതി പറഞ്ഞു, എന്താ പ്രശ്നം? എനിക്ക് ആറാമാണ്, ഞാൻ ഈ ഭക്ഷണം തിന്നൂല. ഈ ഭക്ഷണം തിന്നണമെങ്കിൽ എന്താ ഇയാൾ ഈ സഹോദരൻ, ഞാൻ ആകെ അന്തം വിട്ടു, ആകെ ഖുർആന് എന്ത് തൊള്ളെടുത്ത ഖുർആനെ ഓതണല്ലോ, ഒക്കെ സന്ദർഭം ഒക്കെ കാര്യം പിടുത്തം കിട്ടുന്നുണ്ട്, എന്താ അപ്പത് ഇങ്ങനെ സഹോദരിയോട് വിഷയം പറഞ്ഞു. അല്ല, നമ്മൾ അമീൻ ഉസ്താദ് ഉണ്ടോ? അമീൻ ഉസ്താദ് ടൈം ആയിക്കിട്ടണോ? സഹോദരൻ ഉണ്ടെങ്കിൽ ഒന്നും അറിയിച്ചോളൂ. ഏതായാലും ആ ടൈമായ അപ്പ ഒഴിവാക്കി തരാം. ഏതായാലും നമ്മൾ മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു എന്താ സംഭവം അത് പറയാതെ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ആകെ അന്തം വിട്ടു, ആകെ തരിച്ചു നിൽക്കണം. എന്താ ഇത് അത്ഭുതം, ഒരു പെണ്ണ് ഇക്കോലത്തിൽ പടച്ചവനെ അന്തം വിട്ടു. ഇത് സംഭവം എന്താ പറയാതെ ഭക്ഷണം ഞാൻ തൊടൂല കേട്ടോ. ആ സമയത്ത് ഈ സഹോദരങ്ങൾ മൂന്നാളുകൾ പറഞ്ഞു, ഹാദിഹി ഉമ്മുനാ, ഇത് ഞങ്ങളെ ഉമ്മയാണ്. 40 കൊല്ലായി ഈ ഇമ്മ ഖുർആൻ അല്ലാതെ പിന്നെ ഒരു വർത്താനമല്ല, ഖുർആൻ അല്ലാതെ ഒരു വർത്താനം എന്റെ ഉമ്മ നടത്തിയിട്ടില്ല. കാരണം പേടി. എന്താ അത്ര പേടിയാണ്? കാരണം എന്തെങ്കിലും അനാവശ്യമായത് എന്റെ സംസാരത്തിൽ വരുമോ, അത് കാരണം പടച്ചോന് ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ആയത്തേ പറയൂ, വെറും ആയത്ത് മാത്രം പറയാം. ഇങ്ങനെ 40 വർഷമായി. അത്ഭുതം. അത് കേട്ടപ്പോഴത്തേന് ആകെ അത്ഭുതമായി. ഇത് 40 വർഷമല്ല, 4 വാക്കിന് മറുപടി വന്നപ്പോഴത്തേന് തന്നെ ആകെ അന്തം വിട്ടിക്കണം മഹാനായ അബ്ദുല്ലാഹ് മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു. കുറച്ചു കഴിഞ്ഞപ്പോ 40 വർഷമായി തരേ ഈ സഹോദരൻ ആകെ അന്തം വിട്ടു. ആകെ അങ്ങനെ ഈ സംഭവത്തിന്റെ ഉള്ളടക്കം കേട്ടപ്പോ ആകെ അന്തം വിട്ടു. സുബ്ഹാനൽ ഖാദിറു അലാ മാ യശാ, പടച്ചോൻ വല്ലാത്തൊരു കഴിവുള്ളവൻ തന്നെയാണ് കേട്ടോ. മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു കൈവച്ച് മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹ് ഇത് സംഭവം ചില്ലറൊന്നുമല്ല, വല്ലാത്തൊരു അനുഗ്രഹം തന്നെയല്ല ഈ സഹോദരിക്ക് കിട്ടിയിരിക്കുന്നത്. മഹാനവറുകൾ അറിയാതെ ഊതിപ്പോയി. നമ്മളതിൽ അസൂയാട്ടിട്ട് കാര്യമില്ല. ذَلِكَ فَضْلُ اللَّهِ يُؤْتِيهِ مَن يَشَاءُ وَاللَّهُ ذُو الْفَضْلِ الْعَظِيمِ. സഹോദരന്മാരെ, ഈ കഥ നമുക്ക് ഇങ്ങനെ പാടാവണം. ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് മൈക്ക് റിലീസ് ചെയ്യാം. എന്താ ഇപ്പൊ ഇവിടുത്തെ പാഠം? ആൾക്കാർക്ക് ഭയങ്കര കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അയച്ചിട്ട് നമ്മൾ അസിയായിട്ട് കാര്യമില്ല. അതൊക്കെ അള്ളാഹ് കൊടുത്തത്. ഏത് നിമിഷം അള്ളാഹ് പേടിച്ചേക്കാം, ഏത് നിമിഷം അള്ളാഹ് ചിലപ്പോ ഞമ്മക്ക് തരാം, വേറെ ആൾ കൊടുത്തേക്കാം, അയാളുടെ ഒഴുകിയേക്കാം. അതൊക്കെ അള്ളാഹ്. അതൊക്കെ അള്ളാഹുവിന്റെ ഔദാര്യം. യൂത്തിഹി മയ്യസ്. നമ്മളതിൽ വെറുതെ എന്താക്കണ്ട, വേറുള്ളവന്റെ കണ്ടിട്ട് നമ്മളെന്താക്കണ്ട, അതില് അസൂയപ്പെടാനൊന്നും പോയിട്ട് കാര്യമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെത് എന്നുള്ള അവസാനത്തെ ഒരു സന്ദേശം മഹാനായ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് ഈ കഥ മഹാനവറുകൾ നമുക്ക് സമർപ്പിച്ചു. ഞാൻ ഇവിടെയും ആ മഹാനവറുകൾ സമർപ്പിച്ച ഈ സംഭവം അസിക്കയുടെ ശരഹാകുന്ന ആ കിഫായത്തുൽ അത്ഖിയ മിൻഹാജുൽ അസ്ഫിയ എന്ന ഗ്രന്ഥത്തിന്റെ പേജുകളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത് അവതരിപ്പിച്ചു തരുന്നത്. അർഹമുറാഹിമനായ തമ്പുരാൻ. ഒരുപാട് പാഠങ്ങളിൽ ഉൾക്കൊള്ളാണ്ട്. ഇനി നേരത്തെ ഒരാളെന്തോ ചോദിക്കാണ്ടെന്ന് പറഞ്ഞാൽ ആൾ ചോദിക്കട്ടെ. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പാഠം അവസാനത്തെയായത് അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഈ വിഷയത്തിൽ വേണമെങ്കിൽ ഇനിയും സംസാരിക്കാണ്ട്. അത്ര നല്ല ഒരുപാട് ഉപകാരങ്ങൾ നൽകുന്ന ഒരു ഭയങ്കര കഥയാണ്. ഒരു പെണ്ണാണ് ഈ കോലത്തിൽ നമുക്ക് സംസാരിച്ചേണ്ടത്. അപ്പൊ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളാനും ഒരുപാട് ആയത്തുകൾ അയവിറക്കാനും ആ സഹോദരിയുടെയും ഈ മഹാനവർകളുടെയും ആ അതിബുദ്ധി, ആ ഭയങ്കര ബുദ്ധി, ആ ബുദ്ധി മനസ്സിലാക്കാനും അവരൊക്കെ ആ സൂക്ഷ്മത ആ ജീവിതത്തിൽ ആ നാവിൽ നിന്നും അനാവശ്യമായി ഒന്നും വരരുതെന്ന് കരുതി വളരെ ഗൗരവത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ നിമിഷം 40 കൊല്ലം ജീവിച്ചെന്നൊക്കെ ആ ഈ കോലത്തിൽ നിന്നൊക്കെ തന്റെ മക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ വല്ലാത്തൊരു കഥ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് അർഹമുറാഹിമിനായ തമ്പുരാനെ, ഞങ്ങൾ അവതരിപ്പിച്ച ഈ കഥയെ ഞങ്ങൾ നീ കബൂലാക്കണ തമ്പുരാനെ. സംസാരിച്ചതും
ഇത് കേൾക്കാൻ മനസ്സ് കൊടുത്ത സഹോദരങ്ങൾ ഞങ്ങൾ നിന്ന് ഇതിനെ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ഒരു നല്ല പാഠം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല നിലക്ക് അവതരിപ്പിക്കാനുമുള്ള തൗഫീക്ക്, അതിനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണേ. ഉള്ള കഴിവിനെ പരിപോഷിപ്പിക്കാനുള്ള അവസരങ്ങളും അതിനുള്ള സന്മനസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ എന്ന് ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കും നീ സന്തോഷവും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. പല പ്രയാസങ്ങളും സഹോദരന്മാർ അധികവും വിദേശത്തുള്ള ആളുകളായിരിക്കും റഹ്മാനെ. അവർക്കൊക്കെ പല പ്രയാസങ്ങള്, വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു തമ്പുരാനെ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ സമാധാനം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ തമ്പുരാനെ. ഇസ്സത്തും അന്തസ്സും അഭിമാനവും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് സമസ്തക്കും നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പറഞ്ഞാൻ അവസാനിപ്പിക്കാണ്. നീ ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ ആൾ ആരെന്തൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് എന്തോ ഇട്ടീവ് ഞാൻ നോക്കട്ടെ. പിന്നെ അതേപോലെ എന്താ ചോദിക്കണ്ടായിരുന്നു ആള് ചോദ്യം ചോദിക്കട്ടെ. അതുപോലെ വേറെയുള്ള ഞങ്ങൾക്ക് ഇതേപോലെ കഥയുടെ മറ്റു പാഠങ്ങൾ, ഞാൻ പറയാത്ത പാഠങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ആകർഷണീയതയും കഥ എത്രത്തോളം സ്വാധീനിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് മൈക്കെടുത്ത് അവതരിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.